പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യം ഒരു സംഘഗാനമാണ്. അവതരിപ്പിക്കുന്നത് മാലിപ്പുറം കറുത്തേടം SHG UPSലെ കൂട്ടുകാർ. പാടുന്നവർ സാറ എലൈൻ, ബിലഹരി CS, ഫാത്തിമ മിഹല TS, ഹെലന ജോസഫ്, സെലിൻ ആൻഡ്രിയ ജിൻസൺ, ഇവാഞ്ചലസ് മരിയ, റിയോന PR, അനീറ്റ റെജീന, സിയോന ഫിലമിൻ, ആൻഡ്രിയ A. നിളയുടെ തീരം അനുപമ തീരം നവരസഭാവം പകരുകയായി കഥകളി കലയുടെ പദരസമൊഴുകിയ ചരിതങ്ങൾ പാടുകയായി പുലരിത നിറമണി പകരുമ തിരകളു തോടയമാടുകയായി ആനന്ദത്തിരുത്താളജതികളെ തൂമഞ്ഞിൻ മണിപ്പൂവു വിതറിയ തീരത്തിൽ കളിത്തട്ടിലുണരുകയായി ആനന്ദത്തിരുത്താളജതികളെ തൂമഞ്ഞിൻ മണിപ്പൂവു വിതറിയ തീരത്തിൽ കളിത്തട്ടിലുണരുകയായി നിലയുടെ തീരം അനുപമ തീരം നവരസഭാവം പകരുകയായി ഒരു മൃദുമുരളിയിലലിയുമാസുഗന്ധം ലയമരന്തം ഹരിഗീതകാനന്ദത്തിരുത്താളജതികൾ തൂമഞ്ഞിൻ മണിപ്പൂവ് വിതറിയ തീരത്തിൻ കളിത്തട്ടിലുണരുകയായി ആനന്ദത്തിരുത്താളജതികൾ തൂമഞ്ഞിൻ മണിപ്പൂവ് വിതറിയ തീരത്തിൻ കളിത്തട്ടിലുണരുകയായി നിളയുടെ തീരം അനുപമ തീരം നവരസഭാവം പകരുകയായി തകതിമി തക തകതിമി 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 തക തകതിമി 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 തക തകതിമി 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 തക തകതിമി തകതിമി സനി പനി സാ പമഗമ പ സനി പനി സാ സഗമ പമഗമ പനി പഗമ പമ സനി പനി സാ പമഗമ പ
പനി പഗമ പമ താളത്തിൽ പെരുമഴ പെയ്യണം മേളത്തിൽ നിറപറ നിറയണം പഞ്ചാരി പാൽമഴയൊഴുകണ ശ്രീവേലി കാഴ്ചകൾ കാണണം ആകാശക്കുടകൾ മാറണം മണിമേഘ ചാമരം വീശൻ ഗജരാജ പട്ടം ചൂടിയ കരിമേഘ കൂട്ടം മെയ്യൻ ആനം തനം തം തനതും തും തനം താ ആനം തനം തം തനതും തും തനം താ ആനന്ദത്തിരത്താളജതികൾ തൂമഞ്ഞിൻ മണിപ്പൂവ് വിതറിയ തീരത്തിൻ കളിത്തട്ടിലുണരുകയായി ആനന്ദത്തിരത്താളജതികൾ തൂമഞ്ഞിൻ മണിപ്പൂവ് വിതറിയ തീരത്തിൻ കളിത്തട്ടിലുണരുകയായി നിലയുടെ തീരം അനുപമ തീരം നവരസഭാവം പകരുകയായി. അടുത്തത് ഒരു ലളിതഗാനമാണ്. അവതരിപ്പിക്കുന്നത് എടത്തല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അനുശ്രീ മനോജ്. പൂവാങ്കുരുന്നില പൂച്ചൂടി നിൽക്കും പൂങ്കിനാവിൻ നിനവുകളിൽ പൂങ്കിനാവിൻ കണ്ടു ഞാനമ്മതൻ പൂപ്പുഞ്ചിരിയുടെ ലാളന പൂവാങ്കുരുന്നില പൂച്ചൂടി നിൽക്കും പൂങ്കിനാവിൻ നിനവുകളിൽ നീലാംബുജത്തിൻ ഇതളിൽ വിരിയും നീഹാരസമയം അമ്മേ നീലാംബുജത്തിൻ ഇതളിൽ വിരിയും നീഹാരസമയം അമ്മേ നിൻ മൃദുസ്പന്ദനം ഉലകിതിലേകുവാൻ നിശ്വാസധാരയായി അലിയുന്നു പൂവാങ്കുരുന്നില പൂച്ചൂടി നിൽക്കും പൂങ്കിനാവിൻ നിനവുകളിൽ ആദിയാമമ്മതൻ ആത്മാവിലുണരും ആനന്ദദായക മൃദുസ്വനങ്ങൾ ആദിയാമമ്മതൻ ആത്മാവിലുണരും ആനന്ദദായക മൃദുസ്വനങ്ങൾ ആമയം തീർക്കുവാൻ ആമോദലീനയായി ആരാരിരോ പാടാൻ അമ്മ വന്നു പൂവാങ്കുരുന്നില പൂച്ചൂടി നിൽക്കും പൂങ്കിനാവിൻ നിനവുകളിൽ പൂങ്കിനാവിൻ കണ്ടു ഞാനമ്മതൻ പൂപ്പുഞ്ചിരിയുടെ ലാളന. ഇനി കഥാപ്രസംഗം ചന്ദനക്കട്ടിൽ. അവതരിപ്പിക്കുന്നത് എടത്തല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രേയ KB. നമസ്കാരം. മഹാകവി G. ശങ്കരക്കുറുപ്പിൻ്റെ അതിപ്രസിദ്ധമായ ചന്ദനക്കട്ടിൽ എന്ന കവിത ചരിത്രത്തിൻ്റെ എടുകളിലേക്ക് വെളിച്ചം വീശുന്ന ആ കവിത ഞാനിവിടെ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. കഥ ചന്ദനക്കട്ടിൽ. വെമ്പല നാട്ടിലെ തമ്പുരാൻ്റെ തമ്പൂരടിക്കൊരു കട്ടിൽ വേണം. വെമ്പല നാട്ടിലെ തമ്പുരാൻ്റെ തമ്പൂരടിക്കൊരു കട്ടിൽ വേണം. കട്ടിൽ കടയുവാനായി കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. കട്ടിൽ കടയുവാനായി കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. വേമ്പലനാട് ഇന്നത്തെ കോട്ടയം. പണ്ട് കാലങ്ങളിൽ കട്ടിൽ കിടക്കുവാനുള്ള സൗഭാഗ്യം തമ്പുരാന്മാർക്കും തമ്പുരാട്ടികൾക്കും മാത്രമേ ഉള്ളൂ എന്നതായിരുന്നു സത്യം. പൊതുജനങ്ങൾ നിലത്ത് പായ് വിരിച്ച് കിടത്തുകൊള്ളണമായിരുന്നു. കട്ടിൽ കിടക്കുവാൻ വിധിക്കപ്പെട്ട തമ്പുരാട്ടിക്ക്
കട്ടിലില്ലാഞ്ഞിട്ടല്ല, പുതിയ മട്ടിൽ ചന്ദ്രകുടി തന്നെ ഒന്ന് വേണം. ആനക്കൊമ്പാവണം മേലാ പെണ്ണ്, ആനമുഖം വേണം കലുകളിൽ. ആനക്കൊമ്പാവണം മേലാ പെണ്ണ്, ആനമുഖം വേണം കലുകളിൽ. തമ്പുരാട്ടിയുടെ മോഹം അറിഞ്ഞുടൻ തന്നെ തമ്പുരാൻ കൽപ്പനയായി. ആരുടെ? മേനോക്കിയച്ഛനോട് വരാൻ പറയൂ. മേനോക്കിയച്ഛൻ എന്ന് പറഞ്ഞാൽ കാര്യസ്ഥനാണ്. തമ്പുരാന്റെ കൽപ്പന കേട്ടയുടൻ മേനോക്കിയച്ഛനും തച്ചന്മാരും നായന്മാരുമൊക്കെ വൻപടയായി വാക്കാത്തിയും കോടാലിയും എടുത്ത് തമ്പുരാന് ഓച്ചാണിച്ച് തൊഴുതിറങ്ങി. ചന്ദ്രപുരം തേടിയലിയുന്ന അവരുടെ മുന്നിൽ തമ്പുരാട്ടിയുടെ രൂപഭംഗി തെളിയുകയാണ്. തഴമ്പു കൊണ്ടു കടഞ്ഞ പോലെ താവുമൊഴി പൂണ്ട തമ്പുരാട്ടി, തഴമ്പു കൊണ്ടു കടഞ്ഞ പോലെ താവുമൊഴി പൂണ്ട തമ്പുരാട്ടി. താഴകനെൻ്റെ മണം പുരണ്ടും കണങ്കാലോളം ചൂരുണ്ടിരുന്നും മുല്ലപ്പൂമാല ഉതിർത്ത് നിന്നും നല്ല മുടിയാർന്ന തമ്പുരാട്ടി, വേമ്പല നാട്ടിലെ തമ്പുരാട്ടി. കുറ്റിക്കാടുകളും തെങ്ങുകളും വയലുകളും താണ്ടി അവർ ഒരു അരുവിയുടെ തീരത്തേക്കെത്തി. ചന്ദ്രപുരം തേടിയലയുന്ന അവരുടെ ചെവിയിൽ തമ്പുരാന്റെ കൽപ്പന മുഴുകുകയാണ്. തടിമൂത്ത ചന്ദനം കൊണ്ടല്ലാതെ ഈ പടികടന്നാരും വരേണ്ട നാളെ, തലയും ചോറിഞ്ഞു തിരിച്ചു വന്നാൽ തലയോടു കൂടി വീട്ടിലൊരാളെ. നേരം ഉച്ചയായി. വിശപ്പും ദാഹവും സഹിക്കവയ്യാതായപ്പോൾ കയ്യിൽ കരുതിയ പൊതിച്ചോറുണ്ണുവാനായി അവർ ഒരു അരുവിയുടെ തീരത്തേക്കിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഒരാൾ ചോദിച്ചു, അതാ അങ്ങോട്ടൊന്ന് നോക്കൂ, എന്താണത്? അരുവീതൻ വക്കിൽ കുറച്ചകലത്ത് ഒരു മരം ചന്ദനം തന്നെയല്ലേ, പല മരം കണ്ടു തഴക്കമർന്ന തലവരനാശാരി ചെന്നു നേരെ. ഇടതു കൈപ്പത്തി വിലങ്ങനെ വെച്ച് ഇടതു പിഴികം സ്ഫുരിച്ചു നോക്കി. ഇല ചന്ദനം തന്നെ. ഇത് കേട്ട് പാതി അരുവിയിൽ കഴുകി എല്ലാവരും ആ ചന്ദനം എടുത്ത് നേരെ കുതിച്ചു. ഒരാൾ ഒരു ചെറുച്ചില കൊത്തിയെടുത്ത് മണത്തു നോക്കി. ആഹാ, ചന്ദനത്തിന്റെ നനുത്ത ഗന്ധം. അവർ തോർത്ത് തലയിൽ കെട്ടി വാക്കാത്തിയും കോടാലിയും എടുത്ത് ആ ചന്ദനമെടുത്ത് നേരെ ആഞ്ഞു വീശിയപ്പോൾ അതാ ഒരു ശബ്ദം, അതാ ഒരു കരച്ചിൽ. വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ. പിന്നെ കുഴലുകൾ പൊങ്ങിയില്ല. അവർ നിന്നെടുത്തുനിന്ന് പരസ്പരം നോക്കാൻ തുടങ്ങി. ആരുടേതാണ് ശബ്ദം? എവിടെ നിന്നാണ് ശബ്ദം? ഇത് വനദേവതയാണോ? ഇനി വല്ല യക്ഷിയോ മറ്റോ ആണോ? വാ, നമുക്ക് തിരിച്ചു പോകാം. ചന്ദ്രമരമില്ലാതെ എങ്ങനെ തിരിച്ചു പോകാൻ? തമ്പൂരാൻ കൽപ്പിച്ച കൽപ്പനയോ മുന്നിലേക്കൊന്നു മിഴിച്ചു നോക്കി. തിരുമുള്ളു പോരാ, ചടച്ചി പോരാ, തിരുമേനി കൽപ്പിച്ചിരിക്കയല്ലേ. തടി കൂടാതെ അങ്ങോട്ടു ചെന്നു പോയാൽ തടിയും തിളയും തിരിയുമല്ലോ. വരുന്നത് വട്ടെ, ഞാൻ കേറാം, കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞു. ഇത് ഒരു കുട്ടിയുടെ ശബ്ദമാണെന്ന് തോന്നുന്നു. ഇനി യക്ഷിയോ മറ്റോ ആണെങ്കിൽ പിടിക്കാതിരിക്കാൻ ഈ കത്തി അരയിൽ വെച്ചോ. മറ്റുള്ളവർ അവന് ധൈര്യം പകർന്നു. പേടിച്ചു വിറച്ച് നെഞ്ചുരച്ച് കിതപ്പോടി അവൻ ഇങ്ങനെയോ ആ മരത്തിന് മുകളിലെത്തി. പൊത്തിലേക്ക് നോക്കിയപ്പോൾ അവന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കന്യാവ് കൊണ്ട് പുതച്ചവിടെ കുട്ടിയിരിക്കുന്നു കൺകുളിരെ. ഇരുളിനകത്ത് കൊളുത്തച്ചോരരുമ കനക വിളക്കുപോലെ. അന്തിക്കൊടുമുടി നടുവിൽ പൊന്തിവരും കൊച്ചു താര പോലെ. ചെമ്പട്ടിനുള്ളിൽ വിതുമ്പി
പൂച്ച മാണിക്യ കല്ലുപോലെ, ആകാശത്തിലെ നക്ഷത്രം പോലെ, ഇരുളിൽ കൊളുത്തി വെച്ച വിളക്ക് പോലെ, ചെമ്പകത്തിന്റെ നറു മുട്ട് പോലെ സുന്ദരിയായ പെൺകുഞ്ഞ്. ഈ കുഞ്ഞ് എങ്ങനെ ഈ മരുപ്പത്തിലെത്തി? ആരോമൽ കുഞ്ഞിനെ തക്കം നോക്കിയേ യാനറാഞ്ചി പക്ഷി കൊത്തിക്കൊണ്ടോ, ആ മരപ്പൊത്തിലിരുത്തി പോലും മോമനിച്ചങ്ങനെ ഇരുത്തി പോലും. റാഞ്ചിക്കൊണ്ടുവന്ന കുഞ്ഞിനോട് പക്ഷിക്ക് മാതൃനിർവിശേഷമായ സ്നേഹം തോന്നി. അത് കുഞ്ഞിനെ ഓമനിച്ച് ലാളിച്ചു വളർത്തി. രാവിലെ കൂടിയിട്ടിറങ്ങിയ രാത്രി ഇരുട്ടുന്നതിന് മുമ്പ് കുട്ടിക്കുള്ള കായ്കളുമായി പക്ഷി കൂട്ടിൽ വന്ന് ചേരും. ഈ കുഞ്ഞിനും സ്വന്തം അമ്മയെ പോലെയായി മാറി ആ പക്ഷി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പൊത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ കുട്ടിക്ക് ആഗ്രഹമില്ലാതെയല്ല. പൊത്തിനു പോരുവാനുണ്ട് മുഖം, പോരുവാൻ വയ്യാത്തരാടു പോലും, നിലവുറ്റ വാത്സല്യ പോലും അമ്മ ചിറകേറ്റടിച്ചു മരിക്കുമ്പോഴും. അന്തിച്ചുവപ്പിൽ പൊതിഞ്ഞു വച്ച അമ്പിളിക്കുഞ്ഞിനെ പോലെ കന്യാവ് കൊണ്ട് മൂടിപ്പതിപ്പിച്ച് കുഞ്ഞിനെ താഴേക്ക് കൊണ്ടുവന്നു. കുഞ്ഞിനെ എല്ലാവരും നിലം തൊടിക്കാതെ വാരിപ്പിണർന്നു. തമ്പുരാന്റെ കല്ലിനോർത്ത് മേനോക്കിച്ചൻ പറഞ്ഞു, വാ ഇനി നമുക്ക് മരം മുറിക്കാം. പത്തി വരത്തി പറന്നെടുക്കും, പാമ്പു പോൽ കോടാലി പൊങ്ങിത്താഴും, കരയേറ്റ ചന്ദനം തലതിരിഞ്ഞ് മുറിവേറ്റ ചന്ദനം നിലം പതിച്ചു. നന്ദി. പ്രിയ കൂട്ടുകാരെ, ഇതോടെ ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ സമാപിക്കുന്നു. വിടരുന്ന മുട്ടുകൾ വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയത്ത്. നിർവഹണം ലൗലി, സഹായം അംബിക ഷിബു.